സംഖ്യാപുസ്തകം 20 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുക, ക്രിസ്തു നമ്മുടെ നായകനെന്ന് വെളിപ്പെടുത്തുക, അവനെ നോക്കിക്കൊണ്ട് പരദേശ പ്രയാണം ചെയ്യുന്ന വിശുദ്ധന്മാർ വിശ്വാസ പരദേശി മോക്ഷയാത്രയിൽ പുരോഗമിക്കുക. ഇതാണ് ഇന്ന് രാത്രിയിൽ എനിക്ക് നൽകിയിരിക്കുന്ന വിഷയം. സംഖ്യാപുസ്തകം ഒടുവിലെത്തിയ അധ്യായങ്ങളിൽ 2 ദൃഷ്ടാന്തങ്ങളിൽ ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നു. ആ 2 വാക്യങ്ങൾ ഇപ്പോൾ വായിക്കണം. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം വായിക്കൂ. യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. മതി. സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യം കൂടെ വായിക്കൂ. 24:17 നമ്പേഴ്സ്. ഞാൻ അവനെ ഇപ്പോൾ അല്ല താനും, ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ല താനും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അത് മോവാബിന്റെ പാർശ്വങ്ങളെ എല്ലാം തകർക്കുകയും തുമുലപുത്രന്മാരെ ഒക്കെയും സംഹരിക്കുകയും ചെയ്യും. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളോട് ഹൃദയംഗമായി സംസാരിക്കണമേ. സ്വർഗം ഞങ്ങൾക്ക് മീവേ തുറന്നിരിക്കണമേ. പരിശുദ്ധാത്മാവെന്ന തങ്കപ്രാവ് ഞങ്ങളുടെ മധ്യത്തിൽ പരിവർത്തിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. 2 ഉപമകളാണ് ഈ ഭാഗങ്ങളിൽ നാം കാണുന്നത്, 2 പ്രതീകങ്ങൾ. ഒന്ന്, 21:8 ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടി ഏൽക്കുന്നവൻ, പാമ്പിന്റെ കടിയേറ്റ് വിഷമേറ്റവർ ആ ഉയർത്തപ്പെട്ട താമ്രസർപ്പത്തിൽ നോക്കിയാൽ അവർക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയും. അതിന്റെ വ്യാഖ്യാനം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. 24:17 പ്രവാചകൻ പറയുന്നു, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. അതിന്റെ വ്യാഖ്യാനം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണുന്നു. യേശു പറയുന്നു, ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രവുമായ ഉദയനക്ഷത്രമാകുന്നു. മാനവ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന അന്ധകാരത്തെ, പാപത്തിന്റെ അന്ധകാരത്തെ തുടച്ചു നീക്കുവാൻ കാലത്തിയവെങ്കിൽ പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു ഉദയനക്ഷത്രമത്രേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രം. പാപത്തിന്റെ അന്ധകാരത്തെ തുടച്ചു നീക്കുവാൻ നമുക്ക് വേണ്ടി കാലത്തേവെങ്കിൽ പ്രത്യക്ഷപ്പെട്ട ഉദയനക്ഷത്രത്തിനായി സ്തോത്രം ചെയ്വി. അതുപോലെ വിഷപ്പാമ്പിന്റെ കടിയേറ്റ് ചത്തുകൊണ്ടിരിക്കുന്ന, മരിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ വേണ്ടി ഉയർത്തപ്പെട്ട ഒരു താമ്രസർപ്പം, അതത്രേ ക്രിസ്തു. ഇവിടെ കടിയേറ്റവർ ശരീരത്തിൽ വിഷബാധയേറ്റപ്പോൾ വിഷബാധയില്ലാത്ത ഒരു സർപ്പം ഉയർത്തപ്പെട്ടതുപോലെ പാപത്തിന്റെ അന്ധകാരം ലോകത്തിൽ നിലനിൽക്കവേ, ഇരുട്ടും പാപവും വിഷവും ലോകത്തിൽ നിലനിൽക്കവേ, പാപമേൽക്കാത്ത ഒരുവൻ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ തൂങ്ങി. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അലംഘനീയമായ 2 പ്രമാണങ്ങൾ നിവർത്തിയാണ് ക്രൂശ്. ഒന്ന്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. നമ്മുടെ ശാപം മാറണമോ, ശാപമില്ലാത്ത ഒരുത്തൻ മരത്തിൽ തൂങ്ങണം. 2, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. നമ്മുടെ പാപത്തിന്റെ വിഷത്തിൽ നമ്മൾ വീണ്ടെടുക്കണമോ, പാപമേൽക്കാത്ത ഒരുത്തൻ ക്രൂശിൽ തൂങ്ങണം. പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ മരണം പ്രസ്ഥാനങ്ങൾക്ക് നഷ്ടമാണ്. ഗാന്ധിജിയുടെ മരണം ഇന്ത്യക്ക് നഷ്ടം. ജൈനന്റെ മരണം ജൈന മതത്തിന് നഷ്ടം. ഗുരു നാനാക്കിന്റെ മരണം സിഖ് മതത്തിന് നഷ്ടം. ബുദ്ധന്റെ മരണം ബുദ്ധമതത്തിന് നഷ്ടം. മുഹമ്മദ് നബിയുടെ മരണം ഇസ്ലാം മതത്തിന് നഷ്ടം. സകല പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാരുടെ മരണം പ്രസ്ഥാനങ്ങൾക്ക് നഷ്ടം വരുത്തി വെച്ചപ്പോൾ നമ്മുടെ അരുമനാഥന്റെ മരണം നമുക്ക് ജയത്തിന്റെ ഉത്സവമാണ്. കാരണം പാപം അറിയാത്തവൻ, വിഷമേക്കാത്തവൻ,
2 Korinത്യർ 5:21 പറയുന്നു, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. 1 പത്രോസ് 2:22 പറയുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. 1 യോഹന്നാൻ 3:6 പറയുന്നു, അവനിൽ പാപമില്ല. നിസ്തുലനായ ക്രിസ്തുവിന്റെ നിഷ്പാപാവസ്ഥയെ ചിത്രീകരിപ്പാൻ പൗലോസും പത്രോസും യോഹന്നാനും പ്രസ്താവിച്ച ഈ 3 വാക്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ കാരണം അരുമനാഥന്റെ ത്രികാല നിഷ്പാപാവസ്ഥയാണ്. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം ഇല്ലാത്തവൻ. എപ്പോൾ മുതൽ? അനാദികാലം മുതൽ ബേത്ലഹേം വരെ അരുമനാഥൻ പാപം അറിഞ്ഞിട്ടില്ല. ബേത്ലഹേം മുതൽ കാൽവരി ക്രൂശ് വരെ അരുമനാഥൻ പാപം ചെയ്തിട്ടില്ല. പുനരുത്ഥാനം മുതൽ ഇനി നിത്യത വരെ അവനിൽ പാപമില്ല. നിത്യത മുതൽ നിത്യത വരെ നിഷ്കളങ്കനായി പരമപരിശുദ്ധന് കൈവൊക്കി 2 ഹല്ലേലൂയ പറഞ്ഞാൽ നിനക്ക് നഷ്ടമില്ല. അവർ ലോർഡ് ഈസ് നോട്ട് ഗ്രീഡി ഫോർ വർഷിപ്പ്, ഹി ഈസ് വർത്തി ഫോർ വർഷിപ്പ്. നമ്മുടെ പ്രാണപ്രിയൻ ആരാധന കൊതിയനല്ല, ആരാധനയ്ക്ക് യോഗ്യൻ അവനല്ലാതെ. ഈ വിഷപ്പാമ്പിന്റെ കടിയേറ്റ പഴയ പാമ്പായ സാത്താന്റെ കടിയേറ്റെന്ന് പറഞ്ഞാൽ പാപവിഷമേറ്റ വ്യക്തിക്ക് പാപപരിഹാരം നൽകുവാൻ മറ്റൊരു വ്യക്തിത്വമില്ല. ഞാൻ ജനിച്ചു വളർന്ന കേരള സംസ്ഥാനത്തിലെ ജനപ്രതിനിധികളെ, ഞാൻ വസിച്ചു വളരുന്ന ഭാരത ഭൂമിയിലെ ഭരണകർത്താക്കളെ, ഏഷ്യ ഭൂഖണ്ഡമേ, ഭൂസീമ വാസികളെ, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശുക്രിസ്തു അല്ലാതെ പാപിക്ക് രക്ഷകനില്ല. ഇല്ല, ദേശമേ, പാപിക്ക് രക്ഷകനില്ല. അവൻ പാപക്കറയറ്റവനല്ല. അവനെ അംഗീകരിപ്പീൻ. അവനെ അംഗീകരിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പിച്ചള സർപ്പത്തിൽ നോക്കിയവർ രക്ഷപ്പെട്ടതുപോലെ ഇന്ന് രാത്രിയിലും അവങ്കിലേക്ക് നീ നോക്കിയാൽ നിന്റെ മുഖം പ്രകാശിതമായി തീരും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയത് മാത്രമല്ല, അവനെ അംഗീകരിപ്പീൻ, അവനിൽ അധിവസിപ്പീൻ. അവൻ അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. മനസ്സിലാക്കണം നിങ്ങൾ. അമ്പരചുമ്മിയായ ദേവാലയത്തിന്റെ അന്തർമന്ദിരത്തിലെ പരമപരിശുദ്ധ സ്ഥലത്തൊരു കണ്ണാടിക്കൂടിൽ ആഴ്ചയിൽ ഒരിക്കൽ സ്തോത്ര കാഴ്ച സ്വീകരിക്കാനിരിക്കുന്ന ഈച്ചവറ്റാത്ത യേശുവിനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. തന്റെ ജനത്തിന്റെ നടുവിൽ, തന്റെ ജനത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ അത്രേ. പ്രൈസ് ഗോഡ്. ആമേൻ. കൈയനക്കാതെ, കാലനക്കാതെ, ഇമ വെട്ടിക്കാതെ, ശ്വാസം വിടാതെ, നെഞ്ചിടിക്കാതെ, ഒരു ചെവിട് മുമ്പോട്ട് വെക്കാതെ, കരങ്ങൾ നീട്ടി കാന്തത്തിന്റെ കീഴിൽ കല്ലിശ്ശേരി കവലയിൽ നിൽക്കുന്ന യേശുവിനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി അതിനെ മറന്നു കളയൂ. തന്റെ ജനത്തിന്റെ നടുവിൽ ഉലാവുന്ന ക്രിസ്തു, അവൻ അത്രേ എല്ലാവരിലും അല്ല. സ്നേഹിത, സഹോദര, സഹോദരി, ആമേൻ. 1000-10,000 കോടി മൈലുകൾക്കപ്പുറത്ത് എവിടെയോ ഒരു കസേരയിട്ട് മേഘങ്ങൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന യേശുവിന്റെ ചിത്രം മറക്കൂ. പിന്നെയോ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കിന് നടുവിൽ നടക്കുന്ന ക്രിസ്തുവിനെ ആരാധിക്കുവീൻ. അവൻ അത്രേ എല്ലാവരിലും എല്ലാ. പ്രൈസ് ദി ലോർഡ്. ഈ കൊലോസിയർ 3:11 ക്രിസ്തു എന്ന പദം മാറ്റിയ അവിടെ വെക്കാൻ ഭൂതലത്തിൽ മറ്റാരുമില്ല. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാക്കിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റൊരു തത്വജ്ഞാനിയോ ശാസ്ത്രജ്ഞനെയോ മതകർത്താവിന്റെയോ പേര് അവിടെ വെക്കാവുന്നതല്ല. കോടാനുകോടി ആളുകൾ ഭൂതലത്തിൽ ഉണ്ടെങ്കിലും എല്ലാവരിലും എല്ലാമായ ഒരുവനേ ഉള്ളൂ. ഇന്ന് രാത്രി അവന്റെ സൗന്ദര്യം ദർശിക്കുന്നവർക്കായി ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നു. സഹൃദയരായ മനുഷ്യർ ചിലര് പറയും, ഒരു റൂം കിച്ചണേ ഉള്ളല്ലോ, എൻ്റെ റൂമിൽ താമസിച്ചുകൊള്ളൂ. ലോകത്ത് അതിഥികളോട് പറയുന്നു, സ്നേഹിതരെ എൻ്റെ വീട്ടിൽ താമസിച്ചുകൊള്ളൂ. മെഫിബോശത്തിനോട് ദാവീദ് പറഞ്ഞു, മോനെ മെഫിബോശത്തെ എൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചുകൊള്ളൂ. യോസഫിനോട് ഫറവോ രാജാവ് പറഞ്ഞു, നിന്റെ അപ്പനെ
സഹോദരന്മാരെയും കൊണ്ട് എൻ്റെ രാജ്യത്ത് താമസിച്ചുള്ളൂ. നോക്കൂ, റൂമിൽ താമസിപ്പിച്ചവരുണ്ട്, വീട്ടിൽ താമസിപ്പിച്ചവരുണ്ട്, കൊട്ടാരത്തിൽ താമസിപ്പിച്ചവരുണ്ട്, രാജ്യത്ത് താമസിപ്പിച്ചവരുണ്ട്. എന്നാൽ എന്നിൽ വസിപ്പീരെന്ന് പറയാൻ ലോക ചരിത്രത്തിൽ ക്രിസ്തു അല്ലാതെ ഒരാൾ ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു വസിക്കുന്ന ദൈവമക്കൾക്കായി അവൻ അധിവസിപ്പാൻ യോഗ്യൻ. Abide in me, I will abide in you. അത് അതിലും മർമ്മമാ. നമ്മൾ അവനിൽ വസിക്കുകയും അവൻ നമ്മിൽ വസിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാ? കൊല്ലന്റെ ആലയിൽ ചെന്ന് നോക്കൂ, ചുട്ടുപഴുത്ത ഇരുമ്പ്, ഇരുമ്പിനകത്ത് തീ, തീക്കകത്ത് ഇരുമ്പ്. ഫയർ ഇൻ ദി അയൺ, അയൺ ഇൻ ദ ഫയർ. ലോഹ ആകുമേ, ആക് ലോഹാമേ, ഇരുമ്പിൽ തീയ, തീയിൽ ഇരുമ്പ്. ഇതുപോലെ നീ ക്രിസ്തുവിലായപ്പോൾ ക്രിസ്തു നിന്നിലായി കഴിഞ്ഞു. ഇഴകിച്ചേരുന്നതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം. ക്രിസ്തു ഇല്ലാത്ത ധാരാളം ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തിലുണ്ട്. അവരെ സ്വർഗം അംഗീകരിച്ചിട്ടില്ല. ക്രിസ്തുവില്ലാത്ത സഭകളുണ്ട്. ഗലാത്യർ 4:19 പൗലോസ് പറയുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുന്ന എന്റെ മക്കളെ, വിശ്വാസിയെങ്കിലും ഇന്ന് രാത്രി ഒന്ന് ശോധന ചെയ്യൂ, ക്രിസ്തു നിന്നിൽ ഉരുവായിട്ടുണ്ടോ? ആമേൻ. അല്പം പോലും പട്ടിയുടെ അംശമില്ലാത്ത ഹോട്ട് ഡോഗ് ഉണ്ട് മക്കളെ, എഗ് ചേരാത്ത എഗ് റോൾ ഉണ്ട് മക്കളെ, വിച്ച്ക്രാഫ്റ്റും ഇല്ലാത്ത സാൻഡ്വിച്ച് ഉണ്ട് മക്കളെ, നെയ്യില്ലാത്ത നെയ്യപ്പം പോലെ, പട്ടിയില്ലാത്ത ഹോട്ട് ഡോഗ് പോലെ, നെയ്യില്ലാത്ത നെയ്യപ്പം പോലെ, സാൻഡില്ലാത്ത വിച്ച്ക്രാഫ്റ്റ് ഇല്ലാത്ത സാൻഡ്വിച്ച് പോലെ, കരുണയില്ലാത്ത കരുണാകരൻ പോലെ ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനിയെ സ്വർഗം അംഗീകരിച്ചിട്ടില്ല. പ്രശ്നം പറയുക, ഇന്ന് രാത്രി നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ? ലവോദിക്ക സഭയോട് യേശു പറയുന്നു, ഐ നോക്ക് അറ്റ് ദ ഡോർ, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുമോ? ആരോട്? പുറജാതിയോടല്ല, മതഭക്തരോടല്ല, സഭയിൽ നിന്നും ക്രിസ്തു പുറത്തു പോയിരിക്കുന്നു. സഭ അരക്ഷിതാവസ്ഥയിലായി. പക്ഷെ നീ ഇതറിയുന്നില്ല. നഗ്നനും അരിഷ്ടനും കുരുടനുമെന്നറിയാതെ അനേക സഭകൾ നീങ്ങുകയാണെങ്കിൽ ഇന്ന് രാത്രി പരിശോധിപ്പീൻ, ക്രിസ്തു നിന്നിൽ ഉണ്ടോ ഇല്ലയോ? ആമേൻ. അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ഓർത്തുകൊണ്ട് ആ ദുഷ്ടപിശാച് സിംഹമായി ചുറ്റി നടക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് ഭയപ്പെടാനില്ല. കാരണം എന്തെന്ന് പറയാമോ? വീണ്ടും ജനിച്ച ദിവസം മുതൽ മറ്റൊരു സിംഹം അവന്റെ അകത്ത് വസിക്കാൻ തുടങ്ങി. അകത്ത് സിംഹത്തെ കൊണ്ടു നടക്കുന്നവന് അലറുന്ന സിംഹത്തിന്റെ വേഷം കെട്ടവനെ പേടിക്കാനില്ല. മനസ്സിലാക്കിയവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കും. നിന്റെ പ്രതിയോഗി സിംഹമല്ല, അലറുന്ന സിംഹത്തിന്റെ വേഷം കെട്ടിയവന്. പക്ഷെ നിന്റെ അകത്ത് വേഷം കെട്ടിയവനല്ല, യഹൂദ ഗോത്രത്തിലെ ഒറിജിനൽ സിംഹമാണ്. ആ സിംഹം ഉള്ളിലുള്ള ദൈവമക്കൾ എങ്ങനെ മിണ്ടാതിരിക്കും? എന്റെ ഉള്ളിൽ ഒരു സിംഹമായിരുന്നു. സിംഹക്കുട്ടിയെ ഉള്ളത്തിൽ സംഗ്രഹിച്ചുവോ? നിനക്കിനിയും അലറുന്ന സിംഹത്തിന്റെ വേഷം കെട്ടിയവനെ ഭയപ്പെടുവാനില്ല. ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ആകയാൽ അവൻ അംഗീകരിപ്പാൻ യോഗ്യൻ, 2 അധിവസിക്കാൻ യോഗ്യൻ, 3 അനുസരിപ്പാൻ യോഗ്യൻ. ക്രിസ്തു നായകനാണെങ്കിൽ ചോദ്യം ചെയ്യാതെ അവനെ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ നായകനാണെങ്കിൽ സ്നാനപ്പെട്ടില്ലേ സ്വർഗത്തിൽ പോകുമോ? ഇത് ആരോടാ ചോദിക്കുന്നത്? നീ മിലിറ്ററിയുടെ കമാൻഡർ മാർച്ച് ഫോർവേഡ് എന്ന് പറയുമ്പോൾ മാർച്ച് ചെയ്യും. ഒരുത്തൻ അവിടെ നിന്നുണ്ട്, ഇല്ലെങ്കിലോ? നീ ചോദിക്കാറില്ലല്ലോ. ഓൾ സ്റ്റാൻഡ് അപ്പ് എന്ന് ടീച്ചർ പറഞ്ഞാൽ വിദ്യാർത്ഥി എഴുന്നേറ്റേ പറ്റൂ. സാറേ ഇപ്പൊ എഴുതിച്ചില്ലെങ്കിലോ? നീ ചോദിക്കില്ല. നീ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലൂ, നിന്നെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്തു, ഡോക്ടർ പറയുക തുറക്കും, പല്ല് കണ്ണു, ഈ ശ്വാസം പിടി, ഡീപ്പ് ബ്രത്ത്, കണ്ണു തുറക്കൂ. നീ തുറന്നു, കുറ്റപ്പെട്ടില്ല അദ്ദേഹത്തിന്, താൻ തന്നെ തുറക്കും. സ്റ്റെതസ്കോപ്പ് വെച്ച് അവിടെ ഇവിടെയും പരിശോധിച്ചിട്ട് 3 ഗുളിക കുറിക്കും. ഇത് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും 3 നേരം കഴിക്കാൻ പറയുമ്പോൾ ഞാനിപ്പോ തിന്നില്ലെങ്കിലോ എന്ന് ചോദിച്ചാൽ ഇതിന് വേറെ അസുഖമുണ്ട് മക്കളെ. രോഗം വേറെ ആശുപത്രി പോയി ചികിത്സിച്ചിടുക, ദിമാഗ് ഖരാബ്. സഹോദരി സഹോദരന്മാരെ, പടയാളിയുടെ മേൽ അധികാരം ക്യാപ്റ്റനാണ്, കമാൻഡർക്കാണ്. വിദ്യാർത്ഥിയുടെ മേൽ അധികാരം അധ്യാപകനാണ്. രോഗിയുടെ മേൽ അധികാരം വൈദ്യനാണ്. സകല ജനത്തിന്മേലും അധികാരം യേശുക്രിസ്തുവിനാണ്. നിന്റെ മൂക്കിൽ ഓടുന്ന ജീവശ്വാസം ഊതി തന്ന ക്രിസ്തു
വിനയമായി അപേക്ഷയല്ല സ്നാനം, ഹംബിൾ റിക്വസ്റ്റ് അല്ല, ആധികാരികമായ കൽപ്പനയാണ് ജലസ്നാനം. മനസ്സിലാക്കണം നീ. മെയിൻ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ മകളുടെ കല്യാണത്തിന് ഒരു വെഡിങ് കാർഡ് ലഭിച്ച, നിനക്ക് വേണേ പോകാം, പോയില്ലെങ്കിൽ ഒരു കുറ്റവും ഇല്ല. അത് ഇൻവിറ്റേഷനാണ്. നിനക്ക് സമയമുണ്ടോ, സന്ദർഭമുണ്ടോ, സൗകര്യമുണ്ടോ, പോയിക്കൊള്ളൂ. ഇല്ലെങ്കിൽ പോകാതിരുന്നാൽ ദണ്ഡനീയ അപരാധനീയേ, അത് കുറ്റമല്ല. പക്ഷേ ആ മജിസ്ട്രേറ്റ് നിനക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ഓർഡർ അയക്കുമെന്ന് വിചാരിച്ചു. ഏപ്രിൽ മാസം 15-ാം തീയതി 10 മണിക്ക് മത്തായി ചാക്കോ കോട്ടി നമ്പർ 101 10:50 ഹാജരാകണമെന്ന് പറഞ്ഞാൽ, പണ്ടയുടെ മോടെ കല്യാണത്തിന് പോയതല്ല, ഇതിന് പോകുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരു സമൻസ് വരും, ഒന്നുകൂടെ വരും, പിന്നെ പോയില്ലെങ്കിൽ വണ്ടി അയച്ചു തരും, പിന്നെ ഫുഡ് ആൻഡ് ലോഡ്ജിങ് ഫ്രീ കിട്ടും. കാരണം എന്താ മക്കളെ, ഇത് ഇൻവിറ്റേഷൻ അല്ല. ബ്രദർ സിസ്റ്റർ, വാട്ടർ ബാപ്റ്റിസം ഈസ് നോട്ട് an appeal, not a request, not an option, not a suggestion. It is the commandment of the Lord of Lords and the King of Kings. നിനക്ക് ഒഴിയാൻ ഒരു വഴിയുമില്ല. രാത്രി ഞാൻ ഉപദേശം ഉയർത്തട്ടെ, അവൻ നായകനാണോ? യോഹന്നാൻ 15:10 യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പന അനുസരിച്ചു അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എന്റെ കൽപ്പന അനുസരിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് കൽപ്പിച്ചിരിക്കുന്നു. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, പരമപരിശുദ്ധൻ. ഈവനിങ് വാക്കിന് പോയപ്പം ഒരു സ്നാനം കൊണ്ടെടുത്ത് വെള്ളത്തിൽ ചാടിയതല്ല, അവൻ ഈ ഉദ്ദേശത്തിന് 70 മൈൽ നടന്ന് യോർദാൻ നദി വന്നവനാണ്. അവനെ കണ്ടപ്പോൾ യോഹന്നാൻ പറഞ്ഞു, കർത്താവേ, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ? യേശുവിന്റെ മറുപടി അറിയാമോ? അവൻ പാപമോചനത്തിനല്ല, പാപപരിഹാരത്തിനല്ല. ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ഞാനും നീ സ്നാനപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് യേശു കാണിച്ച മാതൃകയാണ്. ചെറുപ്പത്തിലാണോ സ്നാനം? വലുതാകുമ്പോഴാണോ സ്നാനം? തെറിപ്പിച്ചാൽ മതിയോ? തളിച്ചാൽ മതിയോ? കോരി ഒഴിച്ചാൽ മതിയോ? ഡ്രൈ ക്ലീനിങ് ചെയ്താൽ മതിയോ? ഇതിനെല്ലാം ഉത്തരം ഇങ്ങനെ എന്നൊരു 3 വാക്കിലുണ്ട്. യോനാച്ച എന്നെ ആര് കയ്യിലെടുത്ത് ആട്ടി കൊട്ടി കൊട്ടി രാരീരാരോ പടി കുടിപ്പിച്ച് ഉമ്മ വെച്ച് താഴെ പഴന്തുണി വെച്ച് പിടിച്ച് ഗീല പീലയാകുമ്പോൾ അതിന്റെ അർത്ഥം അറിയാമെങ്കിൽ അവരോട് ചോദിച്ചു പടി. അതിനുശേഷം പോയി ആ തുണി കഴുകിയിട്ട് പിന്നെ അടുത്ത തുണി ആട്ടി കൊട്ടി ഉമ്മ വെച്ച് കൊണ്ടുവന്നതല്ല. അങ്ങനെ കൊണ്ടുവരുന്നതിനെ പ്രതിഷ്ഠിച്ചു വിടണം, നടന്നു വരുന്നതിനെ മുക്കി വിടണം. യോനാച്ച, ഇത് ഉഴക്ക വെള്ളമല്ല, ഇത് ഒഴുക്ക് വെള്ളമാണ്. യോനാച്ച, നീ കരയിലും ഞാൻ വെള്ളത്തിലുമല്ല, നീ വെള്ളത്തിൽ ഞാൻ കരയിലുമല്ല, നീയും വെള്ളത്തിൽ ഞാനും വെള്ളത്തിൽ. അങ്ങനെ നീതി നിവർത്തിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ നീതി നിവർത്തിക്കാത്തവർ ഇന്ന് രാത്രി തീരുമാനിക്കണം, എങ്കിലും സ്വർഗം നിനക്ക് മീതെ തുറന്നിരിക്കും. യോനാച്ചന് ഉപദേശിയും യേശു കർത്താവും യോർദാനിൽ നിൽക്കുന്ന കാഴ്ച ഒന്ന് കണ്ടേ. ഭാവനയിൽ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ 30 കൊല്ലം മുമ്പത്തേക്കൊന്ന് തിരിച്ചു വിട്ടേ. ഇവർ രണ്ടുപേരും അമ്മമാരുടെ ഗർഭത്തിലായിരുന്ന കാലത്ത് ഈ ഗർഭിണികൾ ഒന്ന് കണ്ടുമുട്ടിയതാ. അറിയാമോ? മറിയാമ്മയുടെ ഉദരത്തിൽ യേശു കുഞ്ഞു വളരുന്നു. എലിസബത്തിനെ അല്പസമയം ഞാൻ ഏലിയാമ്മയെന്ന് വിളിച്ചോട്ടെ. ഏലിയാമ്മയുടെ ഉദരത്തിൽ യോനാച്ച കുഞ്ഞു വളരുന്നു. മറിയാമ്മ ഗർഭിണി, ഏലിയാമ്മ ഗർഭിണിയെ കാണാൻ പോയി. ഒരേ സ്റ്റാറ്റസിലുള്ള രണ്ടുപേരെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ഏലിയാമ്മ മാഡം എന്ന് പറഞ്ഞപ്പോ ഏലിയാമ്മയുടെ അകത്തൊരു തുള്ളൽ. ഞാൻ എന്റെ ഭാവന പറയുക. ഏലിയാമ്മ പറഞ്ഞു, മോനെ തുള്ളാതിരിയടാ, മമ്മിക്ക് വേദന എടുക്കും. ഇത് മോനാന്ന് എങ്ങനെ മനസ്സിലായി? ഹിന്ദി ഞങ്ങൾ പറയും, ज्यादा कूदेगा तो बेटा है, कम कूदेगा तो बेटी है, नहीं कूदेगा तो मुर्दा है. अधिक जानकारी के लिए ഗൈനക്കോളജി സമ്പർക്ക കരോ. മനസ്സിലായോ? അധികം തുള്ളിയാൽ ആൺകൊച്ച്, കുറച്ച് തുള്ളിയാൽ പെൺകൊച്ച്, തുള്ളിയില്ലെങ്കിൽ തകരാറ്. കൂടുതൽ വിവരങ്ങൾ ഗൈനക്കോളജി പോയി പഠിക്കുക. എന്നാൽ ഇത് ഗൈനക്കോളജിയിലെ അറിവല്ല, ഇത് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി അകത്ത് കിടക്കുന്ന കുട്ടി ആത്മാവ് കൊണ്ട് നിറയുക. അപ്പോൾ ആ മോൻ പറയാ,
മമ്മി മമ്മി, ഞാൻ എങ്ങനെ തുള്ളാതിരിക്കും? മറ്റേ വയറ്റിൽ കിടക്കുന്നവനെ ഞാനാണ് മുക്കേണ്ടത് മമ്മി. അന്ന് സ്വർഗം കുറിച്ചു വെച്ചു. കൊല്ലം 30 കഴിയുമ്പോൾ മറിയാമ്മയുടെ മോൻ എഴുന്നേറ്റ് ഏലിയാമ്മയുടെ മോൻ ഇടയ്ക്കിലേക്ക് വന്നു. അന്ന് ഉള്ളത്തിൽ തുള്ളിയവൻ ഇന്ന് വെള്ളത്തിൽ തുള്ളുകയാണ്. സഹോദരാ സഹോദരി, നീ ഇതുപോലെ വേണം സ്ഥാനപ്പെടാൻ. കരഞ്ഞ് 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 കണ്ണുനീരൊഴിച്ചും മറ്റും പിന്നെ വെള്ളത്തിന്റെ അളവൊക്കെ കൂട്ടുന്ന പിള്ളേരെ പോലെ ആ സമയത്തല്ല, തിരുവചന പ്രകാരം അനുസരിക്കൂ. അവനാണ് നമ്മുടെ നായകൻ, ക്രിസ്തുവാണ് നമ്മുടെ നായകൻ. അവനെ അംഗീകരിക്കുവീൻ, അവനെ അനുസരിക്കുവീൻ, അവനിൽ അധിവസിക്കുവീൻ, അവനെ അനുകരിക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. അനുകരണം. അവന്റെ നാമം പകർന്ന തൈലം പോലെയാണ്. പകർന്ന തൈലം പോലെ നാമം. സെന്റിന്റെ പേർഷ്യൻ സ്പ്രേ, അമേരിക്കൻ സെന്റ്, നിവിയ ക്രീം, പോൺസ് പൗഡർ കുട്ടിക്കുറയുടേതല്ല. അത് വിശുദ്ധിയുടെ സുഗന്ധമാണ്. അത് വിശുദ്ധിയുടെ സുഗന്ധമാണ്. വിശുദ്ധിക്കൊരു സുഗന്ധമുണ്ടെങ്കിൽ അവനെ അനുഗമിക്കുന്നവർക്ക് സുഗന്ധമുണ്ട്. എവിടെ? 2 കൊരിന്ത്യർ 2:15 ഒന്ന് പറയാമോ? രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും, ബാക്കിയെന്ന് പറഞ്ഞേ, നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. പാപത്തിനൊരു ദുർഗന്ധമുണ്ടെന്നറിയാമോ? അറിയാൻ വയ്യെങ്കിൽ 38-ാം സങ്കീർത്തനം വായിച്ചു നോക്കണം. എന്റെ പോഷത്വം ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. സ്നേഹിത, പാപത്തിന് അളിഞ്ഞ നാറ്റമുണ്ട്, വിശുദ്ധിക്കൊരു സുഗന്ധമുണ്ട്. ദൈവ പൈതലേ, അവർ പിൽഗ്രിമേജ്, നമ്മുടെ പരദേശ പ്രയാണത്തിൽ നായകനെ നോക്കി യാത്ര തുടരുമ്പോൾ നിന്റെ ചുറ്റുമുള്ളവരോട് മനസ്സിലാക്കണം, ഇതൊരു പരദേശിയാണ്, ഇവിടുത്തുകാരനല്ല. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന്റെ സഹധർമ്മിണി സാറ മരിച്ചപ്പോൾ ഉൽപ്പത്തി 23:1 മുതൽ 6 വരെ, ഇപ്പോൾ വായിക്കണ്ട, അവനെ വായിക്കൂ. 127 വയസ്സുള്ളവൻ ഇങ്ങനെ പറയുക, എന്റെ ഭാര്യ മരിച്ചു. ഹിത്യരാണ് ചുറ്റും, പുറജാതികളാണ്. എന്റെ ഭാര്യ മരിച്ചു, അവളെ കുഴിച്ചിടുവാൻ എനിക്കൊരു ശ്മശാന ഭൂമി അവകാശമായി തരണമേ. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു പരദേശിയും വന്നു പാർക്കുന്നവനുമല്ലേ. pilgrim and sojourner in the land. ഇത് കേട്ട് അന്യജാതിക്കാർ പറഞ്ഞ സാക്ഷ്യം, പരദേശിയെ പോയാലുമെന്നല്ല, യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാകുന്നു. അവന്റെ ഡോർ പോസ്റ്റിലുണ്ടോ എബ്രഹാം? മലയാളത്തിൽ ദൈവത്തിന്റെ പ്രഭു എന്നേ ഉള്ളൂ. ഇംഗ്ലീഷിൽ You hear us, O Lord, you are a mighty prince among us. ഞങ്ങളെ കേൾക്കൂ യജമാനനെ, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ശക്തനായ ഒരു പ്രഭുവാകുന്നു. അവന്റെ ഡോർ പോസ്റ്റിലില്ല എബ്രഹാം മൈറ്റി പ്രിൻസ്, നെഞ്ചത്ത് എഴുതി വെച്ചോണ്ട് പോവുകയില്ലേ ചിലര്, അവിടെ ഡ്യൂട്ടി, അവിടെ ഒഫീഷ്യൽ, നെഞ്ചത്തില്ല, ഹാൻഡ് ബാഗിലില്ല, ID കാർഡില്ല, ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റും ഇല്ല. എന്നാൽ ഇതൊന്നും വേണ്ട, ദൈവത്തിന്റെ പ്രഭുവിനെ കുറിച്ച് ചുറ്റുമുള്ള സാക്ഷികൾ സാക്ഷ്യം പറയും. സഭായോഗത്തിനകത്ത് എഴുന്നേറ്റ് വന്ന് പട്ടുപാടി സാക്ഷിക്കുന്ന സാക്ഷ്യത്തെക്കാൾ വില, മോനെ മോളെ, നീ ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ കിഴക്കേലും തെക്കേലും വടക്കേലും പടിഞ്ഞാറിലും ഉള്ള 4 വീട്ടുകാർ നിന്നെ കുറിച്ച് സാക്ഷ്യം പറയട്ടെ. ഇത് ദൈവത്തിന്റെ പ്രഭു. അറിയാമോ നിങ്ങൾക്ക്? യോസേഫിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 49:22 പറയുന്നു, യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെയുള്ള ഫലപ്രദമായ വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടർന്നിതാ നോക്കൂ. മതിലാണ് ഇത് പടരുന്നതെങ്കിൽ അകത്ത് നിൽക്കുന്നവർക്കും ഫലം പറിക്കാം, പുറത്ത് നിൽക്കുന്നവർക്കും ഫലം പറിക്കാം. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചാലും അവന്റെ ഫലത്തിന് കുറവുണ്ടായില്ല. ഇങ്ങനെ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും സൗരഭ്യവാസനയായി ജീവിക്കുന്നവരാണ് യഥാർത്ഥ നായകന്റെ അനുയായികൾ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രൂത്ത് ബോവസിന്റെ വയലിൽ പെറുക്കുവാനായി വന്നു. 2:8 രൂത്ത് 2:8 കേട്ടോ മോളെ, വേറെ വയലിൽ പോകണ്ട, ഇവിടെ വിടുകയും വേണ്ട എന്ന് പറഞ്ഞ് ബാല്യക്കാർത്തികളോട് ചേർന്ന് കൊള്ളുവാൻ അനുവാദം കൊടുത്തു. രൂത്ത് 2:8. പക്ഷെ 3:11 പറയുമ്പോ, മകളെ, നീ ചോദിക്കുന്നതല്ലോ നിനക്ക് ചെയ്തു തരാം, നീ ഒരു ഉത്തമ സ്ത്രീ എന്ന് എന്റെ പട്ടണക്കാർക്ക് മുഴുവനും മനസ്സിലായി. വയലിൽ, ബോവസിന്റെ വയലിൽ മാത്രമാണ് കൂട്ടായ്മയെങ്കിലും ബോവസിന്റെ ബാല്യക്കാർ
ആചാരത്തോട് മാത്രമാണ് അവൾ ചേരുന്നതെങ്കിലും അവളുടെ സാക്ഷ്യത്തിന്റെ സുഗന്ധം പട്ടണം മുഴുവൻ പരന്നെങ്കിൽ സുഗന്ധം പരത്തുന്ന ഒരു കൂട്ടമാണ് ദൈവമക്കൾ. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അരുമനാഥൻ അവന്റെ നാമം പകർന്ന തൈലം പോലെയെങ്കിൽ സഹോദര സഹോദരി, ഓഫീസിൽ, കമ്പനിയിൽ, ഫാക്ടറിയിൽ, ദേശത്ത് അരുമനാഥനെ പിൻപറ്റുന്ന വ്യക്തിക്കും രക്ഷിക്കപ്പെടുന്നവരിടയിലും നശിക്കുന്നവരിടയിലും സാക്ഷ്യം വേണം. എലിശ പ്രവാചകൻ പോകുമ്പോൾ ധനാഢ്യായ ഒരു സ്ത്രീ ഭർത്താവിനെ വിളിച്ച് പറയുന്ന അറിയാമോ? നമ്മുടെ വഴിയെ കൂടെ കൂടെ പോകുന്ന ഈ ആൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു സ്ത്രീ ഒരു പുരുഷനെ കുറിച്ച് പറയുന്ന സാക്ഷ്യത്തിന് ഏറെ വിലയുണ്ടെന്ന് മനസ്സിലാക്കണം. പലരെയും അളന്ന് തൂക്കി വെച്ചിട്ടുണ്ട് സ്ത്രീകൾ. നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആ കഷ്ടം. ദൈവ പൈതലേ, അപ്പോൾ തന്നെ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ പോയത്, രണ്ടുപേരും ഒരുമിച്ചേ പോകത്തുള്ളൂ. എപ്പോഴും ഉണ്ട് ഏകസ്യം കൂടെ 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 അപ്പച്ചാ 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 എന്ന് പറഞ്ഞ് മസനം തിരുമി എണ്ണയും ഇട്ട് പോളിഷ് ചെയ്ത് തുണി ഇറക്കി കൊടുത്ത് നടക്കുക. പക്ഷേ അവൾക്ക് മനസ്സിലായി അവൾ പ്ലൂറൽ ഉപയോഗിച്ചില്ല. നമ്മുടെ വഴിയെ കൂടെ കൂടെ പോകുന്ന ഇവർ രണ്ടുപേരും വിശുദ്ധന്മാരായ ദൈവപുരുഷന്മാർ പറഞ്ഞില്ല. അവൾക്ക് മനസ്സിലായി മുമ്പേ പോകുന്നവൻ ദൈവ പുരുഷൻ, പുറകെ പോകുന്നവൻ പുരുഷൻ ആണെന്ന് മാത്രം മനസ്സിലായി. ഈ സാക്ഷ്യം മനസ്സിലാക്കിയവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആകയാൽ യോസേഫിന്റെ സാക്ഷ്യം, അബ്രഹാമിന്റെ സാക്ഷ്യം, രൂത്തിന്റെ സാക്ഷ്യം, ഏലിശയുടെ സാക്ഷ്യം പോലെ ദൈവ മക്കൾ നടക്കുന്നത് കണ്ടാൽ ഒരു ഐശ്വര്യം വേണം. നിന്റെ മുഖത്ത് നോക്കിയ ഒരു ഐശ്വര്യം വേണം. അറിയാമോ? മുഖത്ത് ഷേവ് ചെയ്തേച്ച് പകുതി ഷേവ് ചെയ്തേച്ച് പകുതി ഇട്ടേക്കുക. എവിടുന്ന ഈ പകുതി ഷേവിങ് വന്നത്? 2 ശമൂവേൽ 10-ാം അധ്യായം 4-5 ഫ്രഞ്ച് കട്ടിങ്, മുറുകി കട്ടിങ്. ഇതിന്റെ എവിടെ വന്നെന്ന് നോക്കി. 2 ശമൂവേൽ 10-ന്റെ 4-5 നോക്കി. 2 ശമൂവേൽ 10-ാം അധ്യായം. അപ്പോൾ ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടിയെ പാതി ചരപ്പിച്ച് ഇങ്ങനെ കൊണ്ട് ഇവിടെ ചരയ്ക്കും, താടി ചരപ്പിച്ചു, പകുതി ചരപ്പിച്ച് ഫുൾ ഷേവ് ചെയ്യാതെ. പിന്നെ അവരുടെ അങ്കികളെ നടുവിൽ ആസനമരം മുറിപ്പിച്ച് അവരെ അയച്ചു. ഇത് ദാവീദ് കേട്ടപ്പോ എന്തോ പറഞ്ഞു? ദാവീദ് രാജാവ് ഇതറിഞ്ഞപ്പോൾ ആ പുരുഷന്മാർ ഏറ്റവും ലജ്ജിച്ചിരുന്നതും ഏറ്റവും നാണം കെട്ടുന്നതുകൊണ്ട് അവരുടെ അടുക്കൽ ആളയച്ചു. നിങ്ങളുടെ താടി വളരും വരെ, നിങ്ങളുടെ താടി ശരിക്കും വളരുന്നത് വരെ യെരിഹോവിൽ താമസിക്കും. അയ്യോ, പുറത്തിറങ്ങല്ലേ, അപമാനമാണ്. ആമേൻ. ദാവീദ് രാജാവ് അമ്മോൻ രാജാവിന്റെ മരണശേഷം മോന്റെ അടുക്കലോട്ട് ആളെ അയച്ചതാ. നിന്റെ അപ്പൻ ജീവനോടിരുന്നപ്പോഴേ ഞങ്ങൾ മിത്രങ്ങളായിരുന്നു. അപ്പൻ മരിച്ചെങ്കിൽ നമുക്ക് ലെറ്റ് us go continue in fellowship. അങ്ങനെ പോയി. അപ്പോഴവനെ തെറ്റിദ്ധരിച്ചിട്ട് ഭൃത്യന്മാരിനോട്ട് പിടിച്ച് കുനിഞ്ഞു നിർത്തി പകുതി ചരപ്പിച്ചു വിട്ടു. ഇതിന്ന് അന്ന് അപമാനമായിരുന്നു, ഇന്ന് അഭിമാനമാണ്. എന്റെ യുവാവേ, ലേവ്യ 19:27 വായിച്ചു നോക്കണം. നീ താടിയുടെ അറ്റം വിരൂപമാക്കരുത്. ഇങ്ങനെ കട്ട് ചെയ്ത് വിരൂപമാക്കി കൊണ്ടുവരുന്ന അതേ മുറുകി തട്ടി കോഴി കാഷ്ടം പോലെ ആക്കിയിട്ട് ഒന്നിന്റെ വിരൂപമാക്കുന്നത് പെന്തക്കോസ്ത് യുവാക്കന്മാർക്ക് ചേർന്നതല്ല. അവർ വിട പറയട്ടെ. നാം പരദേശികൾ, പ്രവാസികൾ. ആകയാൽ മുഖത്ത് നോക്കിയാൽ ഒരു ഐശ്വര്യം വേണം. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നോക്കൂ, ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ പറഞ്ഞതെന്തുവാ? മോശ കുഞ്ഞിനെ കണ്ടപ്പോൾ ഇത് എബ്രായ പൈതങ്ങളിൽ ഒന്ന്. നിന്റെ കുഞ്ഞിനെ കാണുമ്പോൾ ജനം പറയട്ടെ, എബ്രായ പൈതങ്ങളിൽ ഒന്ന്. പശയും കീലും തേച്ചത് കൊച്ചിന്റെ ദേഹത്തല്ല, പെട്ടിയുടെ ദേഹത്താണ്. പെട്ടിക്കടിക്കേണ്ടത് പെട്ടിക്കടിക്കണം, കുട്ടിക്കടിക്കേണ്ടത് ദൈവം അടിച്ചു വിട്ടിട്ടുണ്ട്. മനസ്സിലാക്കിയവർക്ക് ദൈവത്തിന് സ്തോത്രം. പെട്ടിക്കടിക്കേണ്ടത് കുട്ടിക്കടിച്ച് കൂട്ടിക്കൊളിക്കരുത്. മനസ്സിലായോ? ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം ഐസയ 3:16 എന്ന് വായിക്കൂ. 3:16. യഹോവ പിന്നെയും അരുളി ചെയ്തതെന്നാൽ സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടി ഏറുകണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിലെ അപ്പച്ചൻ പുത്രിമാരുടെ നടപ്പും കൂടെ ശ്രദ്ധിക്കുന്നവനാന്ന് ഓർക്കണം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ സിയോൻ കി ബേട്ടിയാം घमंड के साथ सुरुंजा करते हुए आंखें मटकाते हुए घुंघरुओं को चमचमाते हुए ठुमक 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 चलते हैं. ഒരു പാക്കറ്റിൽ 3 സാധനം വരിക. 1 നികളം, 2 ഏറുകണ്ണ്, 3 കഴുത്ത് നീട്ടുക. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് കോഴി മുട്ടയിട്ട് നീട്ടുമല്ലോ, ഞാൻ മുട്ടയിട്ടേ എന്ന് പറയാം. പിന്നെ വിചാരിച്ചത് പൂവൻകോഴി കൂവൻ നേരം നീട്ടുമല്ലോ, പൂവൻകോഴി. പക്ഷെ ഒത്തിരി പുസ്തകം വായിച്ച് റിസർച്ച് ചെയ്തു ഈ കഴുത്ത് നീട്ടുന്ന. പിന്നെ മനസ്സിലായത് പറഞ്ഞു തരട്ടെ. ആമേൻ. ബ്ലൗസിന്റെയും
ചുരിദാറിന്റെ കഴുത്തിന്റെ ഇറക്കം താഴോട്ട് താഴുമ്പം കഴുത്ത് നീണ്ടു വരും മക്കളെ. നേരത്തെ തന്നെ നീട്ടിയ അതിനോട് വിട പറഞ്ഞവർക്കായി ഇത് ബാബേൽ പുത്രിമാർക്ക് കൊള്ളാം, മിസ്രയീം പുത്രിമാർക്ക് കൊള്ളാം, സോദോം പുത്രിമാർക്ക് കൊള്ളാം. നീ സിയോന്റെ പുത്രിയാണ്, സിയോന്റെ പുത്രിമോ. ഏതാനും ചില വിവാഹ ശുശ്രൂഷകളിൽ ഞാൻ അമേരിക്കയെ സഞ്ചരിച്ചു വിറച്ചു കുറിച്ചു. എഴുതപ്പെടാത്ത ചില നിയമങ്ങളുണ്ട് അമേരിക്കയിൽ. എന്തെന്നറിയാമോ? കല്യാണം നടക്കുമ്പോൾ ബ്രൈഡ് ഗ്രൂം വരുമ്പോൾ ആരും എഴുന്നേക്കണ്ട, കുനിഞ്ഞിരുന്നാ മതി. കാരണം അവൻ ഡ്രസ് ചെയ്താ വരുന്നത്. എന്നാൽ ബ്രൈഡ് വരുമ്പോൾ ബ്രൈഡൽ എല്ലാവരും എഴുന്നേക്കാൻ പറയും. കാരണം എന്നെ 25% ക്ലോത്തേ ദേഹത്തുള്ളൂ, 75% മൂടുപടം ഇങ്ങനെ എഴയുക തറ തുടയ്ക്കാൻ. അത് കാണാൻ രസമല്ലേ? അതുകൊണ്ട് ബ്രൈഡൽ മാർച്ചേ ഉള്ള അവിടെ, ബ്രൈഡ് ഗ്രൂം മാർച്ച് ഇല്ല. ബ്രൈഡൽ മാർച്ച് എഴുന്നേക്കണം. തുണിയില്ല എന്നല്ല, 5 ബ്ലൗസ് തയ്പ്പിക്കാനുള്ള തുണി നിലത്ത് എഴയുക. അതിലൊന്നുമില്ല. കാരണം എന്താ? ടോപ്പ്ലെസ്, സൈഡ്ലെസ്, ബാക്ക്ലെസ്, വയർലെസ്, അൾട്ടിമേറ്റ്ലി മാർവലസ്. മാത്രമല്ല പേരന്റ്സ് ആർ ഹെൽപ്ലെസ്, ചിൽഡ്രൻ ആർ ഹോപ്പ്ലെസ്. എല്ലാം ലെസ്സായി പോയി. സിയോൻ പുത്രിമാരെ, നിങ്ങൾക്കത് യോഗ്യമല്ല. വചനപ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ ജാതികളോട് ഇടകലരുത്. കനാന്യ സ്ത്രീ കരഞ്ഞതുപോലെ കരയാൻ അമ്മമാര് വരണം. എന്റെ മകൾക്ക് ഭൂതോപദ്രവം അതികഠിനമായി പോയി. നാഥ, കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി അമേരിക്കയിൽ പോയത്, പക്ഷെ ഭൂതോപദ്രവം കഠിനമായി. കരയുന്ന മാതാപിതാക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിലവിളി നിർത്തരുത്. നമ്മുടെ തലമുറ മടങ്ങി വരട്ടെ. നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് വിളിക്കും തോറും അവിടെ ഇടയിൽ നടപ്പ് നന്നായിരിക്കണം. ക്രിസ്തുവത്രേ നമ്മുടെ നായകൻ, അവനത്രേ പ്രകാശം വരുത്തുന്ന നക്ഷത്രം, അവനത്രേ പാപത്തിന്റെ കാൽ നീക്കുന്ന ഉയർത്തപ്പെട്ട താമ്ര സർപ്പം. അവനെ അംഗീകരിപ്പി, അവനിൽ അധിവസിപ്പി, അവനെ അനുസരിപ്പി, അവനെ അംഗീകരിപ്പി. മാത്രമോ അവന്റെ വിനയം. ഫിലിപ്പിയ ലേഖനം 2:5 മുതൽ 10 വരെ നോക്കിയാൽ കാണാം. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. തന്നെത്താൻ താഴ്ത്തുന്നതാണ് ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ലക്ഷണം. അറിയാമോ? എന്നാൽ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാ തന്നെത്താൻ ഉയർത്തുന്നവൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14:12 ലൂസിഫറിനെ കുറിച്ച് കാണാം. ഞാൻ അത്യുന്നതനോട് സമനാകും, മേഘോരതകൾക്ക് മീതെ കയറും, നക്ഷത്രങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്ന് എന്റെ സിംഹാസനം സ്ഥാപിക്കും. അവനെ കുറിച്ച് 2 തെസ്സലോനിക്കർ 2 തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. മറ്റുള്ളവർ മുൻപിൽ തന്നെത്താൻ ഉയർത്തുവാനായി ഹാമേ കിണഞ്ഞു പരിശ്രമിക്കുന്ന സഹോദരാ, നിന്നിൽ ക്രിസ്തുവിന്റെ ആത്മാവില്ല. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത ക്രിസ്തു ദൈവത്തോട് ദൈവസന്നിധിയിൽ ഏറ്റവും ഉയർത്തപ്പെട്ടു. എല്ലാം മുട്ടും മടക്കി അവനെ ആരാധിക്കാൻ പോകും. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഇടത്തെ കൈയുടെ കുഴയ്ക്ക് പൾസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹാർട്ടിന് ബീറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം നീ ശ്വാസം പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം നിന്റെ മുട്ട് മടക്കി യേശുവിനെ കർത്താവെന്ന് പറഞ്ഞു വെക്കുകയുള്ളൂ. ഇന്ന് എല്ലാവരുടെ മുട്ട് വളയത്തില്ല. കാരണം 70 ഏറെയായാൽ 80 മാത്രം. 80 വയസ്സ് കഴിഞ്ഞാൽ മുട്ട് വളയാൻ പ്രയാസമാണ്. ഓവർ ടൈം ചെയ്യുമല്ലേ. പിന്നെ കൂടാതെ വണ്ണം കൂടി പോയാൽ മുട്ട് വളയത്തില്ല. 3 അർത്രൈറ്റിസ്, വാതരോഗം കൂടിയാൽ മുട്ട് വളയത്തില്ല. 4 അഹങ്കാരം കൂടിയാലും വളയത്തില്ല. അറിയാമോ? 4 കാരണമാണ് മുട്ട് വളയാത്തത്. പ്രായം കൂടിയാൽ വളയയില്ല, വണ്ണം കൂടിയാൽ വളകയില്ല, രോഗം കൂടിയാൽ വളകയില്ല, അഹങ്കാരം കൂടിയാൽ വളകയില്ല. ഈ പ്രശ്നമെല്ലാം പെട്ടെന്ന് തീരാൻ പോവുകയാണ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവ് ഏറ്റുപറയും. എന്ത്? തന്നെത്താൻ താഴ്ത്തിയ ഗുരുവിന്റെ മനോഭാവം നോക്കൂ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 5 വരെ ഒന്ന് വായിച്ചു നോക്കൂ. ജോൺ 13:3-5 വായിച്ചേ. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ചു.
ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി, മേലങ്കി ഉരിഞ്ഞു വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി, പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും, ശിഷ്യന്മാരുടെ കാല് കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ഈ മനോഭാവമുള്ളവരിലാണ് ക്രിസ്തുവിന്റെ ആത്മാവസിക്കുന്നത്. കൂട്ടു സഹോദരനെ ഇടിച്ച് താഴ്ത്തി തരിപ്പണമാക്കി നീ വലിയവനാണെന്നുള്ള പ്രൊമോഷണൽ മീറ്റിംഗ് നടത്തുന്നവനിൽ ക്രിസ്തുവിന്റെ ആത്മാവില്ല. ക്രിസ്തുവിന്റെ ആത്മാവ് വിനയപ്പെടുന്നവൻ, അവരുടെ കാല് കഴുകി തുടയ്ക്കാൻ മനസ്സുള്ള വ്യക്തിയാണ് ക്രിസ്തു വസിക്കുന്നത്. തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയുടെ ആത്മാവിന് പ്രമോഷൻ നടത്തരുത് മക്കളെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തന്നെത്താൻ താഴ്ത്തിയ മശിഹയുടെ ആത്മാവ് വരട്ടെ. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഹൃദയത്തിൽ നിന്റെ വേദനയോടെ ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ ഉയർത്തുന്ന മീറ്റിംഗ് നമുക്ക് നടത്തണം. അടിസ്ഥാന വേദോപദേശങ്ങൾ നമ്മുടെ പിതാക്കന്മാര് വിവിധ ഇടങ്ങളിൽ നടത്തിയ പ്രൊമോഷണൽ മീറ്റിംഗ് അവരെ ഉയർത്താനല്ല, പെന്തക്കോസ്തിന് സത്യം ഉയർത്തുവാൻ. വീണ്ടും ജനനം, ജലസ്നാനം, ആത്മസ്നാനം, വിശുദ്ധ ജീവിതം, വേർപാട്, ഈ വിധത്തിലുള്ള ഉപദേശങ്ങൾ ഉയർത്തുവാൻ, സുവിശേഷം ഉയർത്തുവാൻ, ക്രിസ്തുവിനെ ഉയർത്തുവാൻ പ്രൊമോഷണൽ മീറ്റിംഗ് നടത്തട്ടെ. തങ്ങളെ തന്നെ ഉയർത്തുവാൻ പ്രൊമോഷണൽ മീറ്റിംഗ് വേണ്ടി ചുറ്റിത്തിരിയുന്ന പാനൽ പിശാചുക്കളെ പമ്മകടത്തുകയും യേശുവിന്റെ നാമത്തിൽ മുഴങ്കാൽ മടക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. 500 ശുശ്രൂഷകന്മാരും 500 ദൈവമക്കളും ഇന്ന് രാത്രി തീരുമാനിക്കാമെങ്കിൽ ഒരു ശുദ്ധീകരണ സഭയ്ക്ക് നടക്കും. ബാബിലോണിലെ പരമപരിശുദ്ധമായ സഭ AD 300 കഴിഞ്ഞപ്പോൾ ബാബിലോണിലെ ഉപദേശത്തോട് ലയിച്ചു വഷളായി പോയി. വെടിക്കെട്ട്, പടക്കം, കമ്പം, കോഴിവെട്ട്, പെരുന്നാള്, ശ്രാദ്ധം, ഇങ്ങനെ ദുഷിച്ച ദുഷ്പ്രവണത അതിപരിപൂർണമായി നീക്കുവാൻ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നും ക്രിസ്ത്യാനികൾ ഉണ്ടായി. അതാ പെന്തക്കോസ്ത്. ഇന്ന് ദുഷിച്ച പെന്തക്കോസ്തിന്റെ പ്രവണതകളിൽ നിന്നും ഒരു പെന്തക്കോസ്ത് വേർപെടേണ്ട കാലമായിരിക്കുന്നു. ക്രിസ്തുവിനെ ഉയർത്തുവീൻ, ക്രിസ്തുവിനെ ഉയർത്തുവീൻ, ക്രിസ്തുവിനെ ഉയർത്തുവീൻ. തങ്ങളെ തന്നെ ഉയർത്തുവാൻ അച്ചടിച്ച നോട്ടീസുമായി നടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ നീ നിൽക്കരുത്. അത് വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് ഈ ഗ്രൗണ്ട് നിറയ്ക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അത് വാരി തീയിലിട്ട് ചുട്ടുകളയുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. മനസ്സിലായോ? ഒറ്റക്കെട്ടായി നിൽക്കൂ. നമുക്ക് ഉയർത്തേണ്ടത് ക്രിസ്തുവാണ്. ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ട എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ദൈവം കൃപ തന്ന 36 പുസ്തകങ്ങൾ എഴുതി. ഏറ്റവും ഒടുവിലത്തെ 2 പുസ്തകങ്ങൾ ചില ബുക്ക് സ്റ്റോളുകളുണ്ട്. തേജസ്സേറിയ ശുശ്രൂഷ, ക്രിസ്തീയ സഭ നേതൃത്വം. അവിടെ ഈ വിഷയങ്ങൾ വിശദമായി പ്രസ്താവിച്ചത് കൊണ്ട് ഇവിടെ ഞാൻ ഇനിയും വിവരിക്കുന്നില്ല. ക്രിസ്തീയ സഭ നേതൃത്വം, തേജസ്സേറിയ ശുശ്രൂഷ. യോഹന്നാൻ പറഞ്ഞു, ഞാനോ കുറയണം, അവനോ വളരെയണം. സ്വയം ഉയർത്തിയവരാര് ശപിക്കപ്പെടാതിരുന്നിട്ടുള്ളൂ? അറിയാമോ? ഉയർത്തിയ എതിരാളി ലൂസിഫർ അധോ ലോകത്തോളം താണുപോയി. നമുക്കൊരു പേരുണ്ടാക്കാം എന്ന് പറഞ്ഞ ബാബേൽ കോട്ട കെട്ടിയവർ ചിന്നിച്ചിതറിച്ച് അഡ്രസ് ഇല്ലാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. ദാവീദിൽ നിന്ന് ജനത്തെ തങ്കലേക്ക് വശീകരിപ്പാൻ കപടതന്ത്രം പ്രയോഗിച്ച അബ്ശാലോമിനെ ആകാശത്തിനും ഭൂമിക്ക് ഇടയ്ക്ക് തൂക്കി കൊന്നവനാണ് നമ്മുടെ ദൈവം. മനസ്സിലാക്കിയോ നിങ്ങൾ? ദൈവ കുഞ്ഞുങ്ങളെ, സ്വയം അഹങ്കരിച്ചവരാരും നന്നായിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം നോക്കൂ, 36-37 വാക്യങ്ങൾ. ഇനി പുതിയ നിയമത്തിലേക്ക് വരാം. Acts of the Apostles 5th chapter 36 and 37. ഈ നാളുകൾക്ക് മുമ്പേ യൂദാസ് എന്നവൻ എഴുന്നേറ്റു താൻ മഹാൻ എന്ന് നടിച്ചു. അവനോട് മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നു. 400 ഓട്ടവന് കിട്ടി. എന്ന് അന്ന് 1-ാം നൂറ്റാണ്ടിൽ എത്രയും കിട്ടിയ അറിയാമോ? ഇന്ന് 40 ലക്ഷത്തിന് തുല്യമാണ്. അവന് മഹാൻ എന്ന് നടിച്ചു. 400 പേരെ കോർത്തിണക്കി. അടുത്തത്, എങ്കിലും അവൻ നശിക്കുകയും, അയ്യോ അവൻ നശിക്കുകയും, അവനെ അനുസരിച്ചവർ എല്ലാവരും ചിന്നി, അതിന്റെ പുറകെ പോയവര് ചിന്നിച്ചിതറാൻ പോകുകയാണ് മക്കളെ. അടുത്ത വാക്യം, യൂദാസിന്റെ വീഴ്ച. അടുത്തത്, അതിനുശേഷം ഗലീലക്കാരനായ യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. ഒരു ഗ്രൂപ്പ് തന്റെ കൂടെ ചേർക്കുവാൻ വശീകരിച്ചു. അടുത്തത്, അവനും നശിച്ചു. അവനെ അനുസരിച്ചവരൊക്കെ, അവനെ വോട്ട് കൊടുത്തവരെല്ലാം നശിച്ചെങ്കിൽ ഈ പാപത്തിൽ പങ്കാളികളാകാതെ ധൈര്യത്തോടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ ധൈര്യമാകണം. യേശുവിനെ ഉയർത്തേണ്ടതാണ് ഈ പ്ലാറ്റ്ഫോം. യേശുവിനെ ഉയർത്തേണ്ടതാണ്. പ്രമോഷണൽ മീറ്റിംഗിന് പാദൽ പിശാചുക്കൾ വരുമ്പോൾ ദൈവമക്കൾ ഒരുമിച്ച് കൂടണം, നടുക്കിരുത്തണം. യേശുവിന്റെ നാമത്തിൽ
പേര് പറയാൻ പറയണം. ലൂസിഫർ എന്ന് പറയുമ്പോൾ ഇനി മേലാൽ ഈ ശരീരത്തിൽ കയറരുതെന്ന് പറഞ്ഞ് ഇറക്കിവിടാൻ തന്റെ ഇടമുള്ളവർ മുന്നോട്ട് വരട്ടെ. ക്രിസ്തുവാണ് ഉയർത്തപ്പെടുന്നത്. ഞാനോ ഉയർത്തപ്പെട്ടാൽ എങ്കിലേക്ക് ആകർഷിക്കും. അറിയാമോ, പൊടിയും വെണ്ണീരുമായി ഞാൻ എന്ന് പറഞ്ഞ അബ്രഹാമിനെ ദൈവം ഉയർത്തി. ഒരു ചെള്ള്, ഒരു ചത്ത നായെ പോലെ അല്ലേ ഞാൻ എന്ന് പറഞ്ഞ ദാവീദിനെ ഉയർത്തി. ശിഷ്യന്മാരുടെ പാദം കഴുകി അവരെ തുടയ്ക്കുവാൻ മനസ്സ് വെച്ച യേശുവിൻ ദൈവത്തെ ഉയർത്തപ്പെട്ടെങ്കിൽ നിനക്ക് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് വേണോ? ക്രിസ്തുവിന്റെ ആത്മാവ് വേണോ? അവനെ അനുകരിപ്പീ ദൈവഹിതരേ. ക്രിസ്തു അത്രേ നമ്മുടെ നായകൻ. ലോകമേ, ശ്വാസികളെ, അവനെ അംഗീകരിപ്പീൻ, അവനിൽ അധിവസിപ്പീൻ, അവനെ അനുസരിപ്പീൻ, അവനെ അനുകരിപ്പീൻ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.